എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു 2 സെൻറ്റ് സ്ഥലം മതി, ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പടുതാൻ മറിച്ചെങ്കിലും അതിനകത്ത് കിടക്കാൻ ഞാൻ ബാധ്യയാണ്. പക്ഷേ അത്ര വിഷമത്തിലാണ് കഴിയുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിന് കുറേ പൈസ കടമുണ്ട്. എൻ്റെ മോന് വേണ്ടിയിട്ട് മോൻ മേടിച്ച പൈസയാണ്. മേടിച്ചില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അത് നമ്മളല്ലാതെ പിന്നെ ആര് വീട്ടാനാണ്? അവനങ്ങ് ചത്തുപോകും. അപ്പം നമുക്ക് വീട്ടാതിരിക്കാൻ ഒക്കുമോ? വേറൊരു കല്യാണത്തിനൊന്നും അല്ല അവൾ ഒരുങ്ങുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, അതുങ്ങൾക്ക് വേണ്ടി എല്ലാവരും കൂടെ ഒന്ന് സഹായിച്ച് അതുങ്ങളെ ഒന്ന് നേരെയാക്കണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ രമ്യ ചേച്ചി. രമ്യ ചേച്ചിയെ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പം ഏകദേശം ആളുകൾക്കൊക്കെ മനസ്സിലായി കാണും. രമ്യ ചേച്ചിയുടെ വീഡിയോ ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് വൈറലും ആയതാണല്ലേ? ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പഴയ ചെറുതന സ്ഥലത്ത് നിന്ന് മാറി ഇപ്പം പുതിയൊരു സ്ഥലത്തേക്ക് കാർത്തികപ്പള്ളിയിലോട്ട് മാറി ഇപ്പൊ ഇവിടെ നമ്മൾ വീട്ടിലോട്ട് തുടങ്ങുകയും ചെയ്തു. 4 മാസമായി. വീട്ടിലോട്ട് മാത്രമല്ല പഴങ്കഞ്ഞി. എത്ര മണി തൊട്ടാണ് നമ്മുടെ ഭക്ഷണം വിളമ്പാൻ തുടങ്ങുന്നത്? 7 മണി മുതൽ പഴങ്കഞ്ഞി ഉണ്ടാവും. 7 മണി തൊട്ട്, രാവിലെ 7 മണി തൊട്ട് പഴങ്കഞ്ഞി ചട്ടിയിലാണോ കൊടുക്കുന്നത്? ചട്ടിയില. ഓക്കെ. പിന്നെ ഉച്ച തൊട്ട് എത്ര മണിക്കാണ് ഊണ് തുടങ്ങുന്നത്? ഒരു 11:30 ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഊണൊക്കെ ആവും. കാരണം പാഴ്സൽ കൊണ്ടുപോകുന്നവരുണ്ട് ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്ക് പാഴ്സൽ ഈ പണി സൈഡിലോട്ട് കൊണ്ടുപോകേണ്ടവരുണ്ട്. പിന്നെ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നവരുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ചെറുതനെ നടത്തിയ അത്ര വലിയ വിജയമായിട്ടില്ല. ഹസ്ബൻഡ് മരിച്ചിട്ട് 3 വർഷമായി. 3 വർഷം. എന്ത് പറ്റിയായിരുന്നു? അറ്റാക്കായിരുന്നു. ഇപ്പം ചേച്ചിന്റെ അച്ഛനും അമ്മയാണോ കൂടെ ഉള്ളത്? 3 വർഷം കൊണ്ട് അച്ഛനും അമ്മയും ചേച്ചിന്റെ കൂടെ 2 മക്കള്. ഒരാള് 8 വയസ്സ്, ഒരാൾക്ക് 7.5 വയസ്സ്. അമ്മയ്ക്കും അമ്മ വയ്യത്താളാ. 4 വർഷമായി. അത് ട്രീറ്റ്മെന്റ് ഒക്കെ അമ്മയുടെ വീട്ടിൽ നിന്ന് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് അമ്മയച്ഛനും എന്റെ കൂടെ നിൽക്കുന്നത്. അമ്മയ്ക്ക് ക്യാൻസർ ആണല്ലേ? അച്ഛന് ഇപ്പം ഈയിടെ ആയിട്ടാണ്. ഇപ്പൊ 21 ദിവസമായി. അപ്പൊ അത് കാരണം നമുക്കൊരു പൊളിയുണ്ട് ഊണില്. കാരണം 20 ദിവസം കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഉണ്ടോണ്ടിരുന്നവര് അവരും പോയി, മാറിപ്പോയി. ബാധിതകളായെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാകണ്ട. ചേച്ചിയുടെ പേര് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കടത്തിന്റെ പേരിൽ ഓട്ടോ വിളിച്ച് ഇവിടെ വന്ന് അച്ഛനെ ഹോസ്പിറ്റലായ സമയത്ത് 1 മാസം ഞാൻ ലോൺ അടച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ആ ലോൺ അടയ്ക്കാത്തതിന്റെ പ്രശ്നത്തിന് നമ്മളോട് വൈരാഗ്യം ഉള്ളവര് വിളിച്ചുകൊണ്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ. അങ്ങനെയാണ്. ഇപ്പോഴും കടത്തിന് ഒരു കുറവില്ല. കടവുമില്ല, വാടക വീട്ടിലുമാണ് ഇപ്പോഴും. ഇതിന് നല്ല വാടക കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. ഒന്നുമില്ല. ഇനി എങ്ങും ചെന്ന് മുട്ടാനില്ല. ഇനി വാതിലുകളില്ല. ഇതിപ്പോ കറക്റ്റ് സ്ഥലം ഒന്ന് പറയാമോ? നമ്മുടെ കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ ചിങ്ങോലിലോട്ട് വരുന്ന റൂട്ടില് കാവുപ്പടിക്ക് അമ്പലത്തിന് ഇടതുവശത്തെ കാവിൽപ്പടി അമ്പലം എത്തുന്നതിന് മുന്നേ തന്നെ ആ ടേണിങ്ങിനൊന്ന് അകത്തോട്ട് കയറുന്നെടുത്താ അല്ലേ? ചേച്ചി കറക്റ്റ് പറയും. അതെ അല്ലേ? ഇവിടാണ് ഊണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചേച്ചിയുടെ ഊണ് ഇപ്പൊ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നവരെല്ലാരും ഇവിടെ വന്ന് കഴിച്ച് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും. ചേച്ചിക്ക് ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്തായാലും നമുക്ക് ആ ഊണും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓക്കെ. രമ്യ ചേച്ചിയുടെ വീട്ടിലൂണി വിളമ്പുന്ന ഊണ് ഇതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രാവിലെ വിളമ്പുന്ന പഴങ്കഞ്ഞി, നല്ല ചട്ടിക്കകത്ത് തണുത്ത പഴങ്കഞ്ഞി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. രാവിലെ മാത്രമുള്ളൂ കേട്ടോ, ഉച്ചയ്ക്ക് വന്ന ഊണ് മാത്രമാണ് കേട്ടോ. ഒരു തോരനും സോയാബീനും അവിയലും അച്ചാറും മീൻചാറും വിത്ത് കഷ്ണമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് മിക്ക ദിവസങ്ങളിലും കാണാറുള്ളത് കായൽ മീനുകളാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. സാധാരണ എല്ലായിടും കടൽ മീനാണെന്നുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും നല്ല ഫ്രഷ് കായൽ മീനായിരിക്കും കൂടുതലായിട്ടും കിട്ടുന്നത്. എന്തായാലും നമുക്ക് ആദ്യം പഴങ്കഞ്ഞിയിൽ നിന്ന് തന്നെ തുടങ്ങാവേ. പഴങ്കഞ്ഞിക്കകത്ത് തന്നെ പുളിശ്ശേരി ഒഴിച്ചിട്ട് അതിനകത്ത് വറ്റൽമുളകൊക്കെ ഇട്ടിട്ടാണ് നമുക്കിവിടെ സെർവ് ചെയ്യുന്നത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പഴങ്കഞ്ഞീൻ്റെ കൂട്ടത്തിൽ തരുന്ന സാധനങ്ങളാണ് ഇതും. എന്താണ് സോയാബീനും തോരനും അച്ചാറും പിന്നെ മീൻ വറുത്തതും. അതും നമ്മുടെ പള്ളത്തെയാണ്, മുളകിടിച്ചതും ഉണ്ട് കേട്ടോ. മുളകിടിച്ചൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ മുളകിടിച്ചതും ഈ അച്ചാറും നമുക്ക് ഇതിനകത്ത് തന്നെ മിക്സ് ചെയ്ത് കഴിക്കണം എന്നാണ് രമ്യ ചേച്ചി പറഞ്ഞിരിക്കുന്നത് അല്ലേ ചേച്ചി? പഴങ്കഞ്ഞിക്ക് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ 60 രൂപയും നോർമൽ ഊണിന് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ 70 രൂപയാണ് കേട്ടോ. മീൻ വറുത്തതാണ് ഇത്രയൊക്കെ കൂട്ടിയിട്ടാണ് 50 രൂപ റേറ്റ് വരുന്നത്. ഇന്ന് കരട്ടിയൊക്കെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്തോ മീനിന് ഈ മീൻ പറയുന്ന പേരെന്ന് എനിക്ക് അറിയത്തില്ല. വെള്ളത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ഇപ്പം മീൻചാറ് ഒഴിച്ച് ചൂരയാണോ മീൻചാറ്? കണ്ടോ, എന്ത് മീൻ കിട്ടിയാലും ഇതേപോലത്തെ കഷ്ണവും വെച്ച് ചാറും കൂടാണ് തരുന്നത് കേട്ടോ, നോർമൽ ഊണിൻ്റെ കൂടെ. നമുക്ക് കിട്ടിയിരിക്കുന്ന ചൂരയാണ്, ഇത്രയും വലിയൊരു കഷ്ണമൊക്കെ ഉണ്ട്. നമുക്ക് അതും കൂടെ ചൂരയും കൂടെ വെച്ചിട്ട് ഒരു പിടി പിടിച്ചു. അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും പഴങ്കഞ്ഞി കഴിക്കുന്ന ഒരു ഉന്മേഷം അല്ലേ? വള്ളത്തിൽ ചോറിനകത്തോട്ടൊന്ന് വെച്ച് അതൊന്ന് കഴിക്കാം. തോരനുണ്ട്, പല തോരൻ, സോയാബീനും ഉണ്ട്. ഇന്നത്തെ തന്നെ കരട്ടിക്ക് എന്താ വെച്ച് നിങ്ങൾ പറയുന്നത്? കല്ലുമുട്ടി. പല പേരുകളല്ലേ? കരട്ടിയുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് രമ്യ ചേച്ചിയുടെ വീട്ടിലെ ഊണിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല തണുത്ത പഴങ്കഞ്ഞി അടിച്ചുകൊണ്ട് പോകാം ചട്ടിക്കകത്ത്. അതുപോലെ തന്നെ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഊണും നാടൻ ഊണും കഴിച്ചുകൊണ്ട് പോകാം. എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് ഈ ഒരു ചേച്ചിയുടെ ജീവിതം കടന്നു പോകുന്നത്. എന്തായാലും ഇതെല്ലാം കഴിച്ച് ഫിനിഷാക്കണം. എല്ലാവരോടും ഏറെ സന്തോഷം, ഏറെ സ്നേഹം. ബൈ.